ടീം പത്തനംതിട്ട എം പിയും എം എൽ എമാരുടെയും യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിരിക്കും. അതിൽ ഒരു അംഗത്തെ കൂടി പരിചയപ്പെടാം. സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, പൂഞ്ഞാർ MLA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു. അട്ടിമറി വിജയം. PC ജോർജിനെ തോൽപ്പിച്ച് കോൺഗ്രസിനെ UDFനെ 3ാം സ്ഥാനത്ത് വിട്ട് പൂഞ്ഞാർ മണ്ഡലം വിജയിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് KSCയുടെ നേതാവ് സെൻറ് തോമസ് കോളേജിലെ ചെയർമാനായിരുന്നു. അങ്ങനെ കേരള കോൺഗ്രസിലേക്ക് ഞാൻ 2 തവണ സെബാസ്റ്റ്യൻ വക്കീലിനെ പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2 തവണ മന്ത്രിയായിരിക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ നേതൃത്വം. 2005 തുടങ്ങുന്ന ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായിരുന്നു. 2010 തുടങ്ങുന്ന ജില്ലാ പഞ്ചായത്ത് 15 തുടങ്ങുന്ന ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ പലവട്ടം ഉദ്യോഗകാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സെബാസ്റ്റ്യൻ തന്നെ പറയട്ടെ, എന്താണ് നമ്മുടെ മണ്ഡലത്തിലെ സ്ഥിതി? പൂഞ്ഞാർ നിയോജക മണ്ഡലം ഒരു മലയോര മേഖലയാണ്. പ്രധാനമായും കർഷകരും കർഷക തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ ഇടകലർന്ന സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വികസനപരമായി വളരെയേറെ പിന്നോക്കാവസ്ഥ. കോട്ടയം ജില്ലയിൽ വികസന രംഗത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പൂഞ്ഞാറെന്നാണ്. പക്ഷേ ഭാഗ്യവശാൽ ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, 1ാം പിണറായി സർക്കാരും അതിനുശേഷം പ്രത്യേകിച്ച് ഇപ്പോൾ 2ാം പിണറായി സർക്കാരും വളരെയേറെ വികസന കാര്യങ്ങൾ, പതിറ്റാണ്ടുകൾ ഈ നാടിന് നഷ്ടപ്പെട്ട ഒട്ടേറെ വികസന കാര്യങ്ങൾ നമുക്ക് തിരികെ പിടിച്ചു തരാനായിട്ട് കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ആദരണീയനായ തോമസ് ഐസക് സാറിൻ്റെ വലിയ സംഭാവന ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈരാറ്റുപേട്ട വാഗമൺ റോഡാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്നതും ടൂറിസം രംഗത്തുള്ള വലിയ പ്രാധാന്യമുള്ള ആ റോഡിന് ഫണ്ട് തന്നത് അദ്ദേഹം രൂപീകരിച്ച കിഫ്ബിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബരിമലയുടെ പ്രവേശന കവാടമായ എരുമേലി ഈ മണ്ഡലത്തിലാണ്. ആ എരുമേലിയിൽ കോടിക്കണക്കിന് എന്ന് പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്തർ ഓരോ വർഷവും വരുമ്പോൾ വലിയ വീർപ്പുമുട്ടലും വലിയ അപര്യാപ്തതകളുമാണ് നാളിതുവരെ നേടിച്ചിരുന്നത്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എരുമേലി മാസ്റ്റർ പ്ലാൻ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച് ഒരു വലിയ ഇടത്താവളത്തിൻ്റെ നിർമ്മാണം വലിയമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ നടന്നു വരികയാണ്. അതും കിഫ്ബിയിൽ നിന്ന് ലഭിച്ച പണമാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് മുണ്ടക്കയം പഞ്ചായത്തിലെ മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആധുനികമായ ഒരു കെട്ടിടം, എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള കെട്ടിടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ കിഫ്ബിയിൽ നിന്നാണ്. അങ്ങനെ ഒരിക്കലും ഈ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയായി വരുമെന്ന ഒരു വിദൂര ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ശബരിമലയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടത്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് 2 വമ്പൻ പശ്ചാത്തല സൗകര്യങ്ങൾ ഇനി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. വിമാനത്താവളം, 2 നമ്മുടെ ശബരി റെയിൽ. ഇതെങ്ങനെയാണ് മണ്ഡലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വികസന രംഗത്ത് വലിയ കുതിപ്പാണ്. അതിനകത്ത് ശബരി റെയിൽവേയുടെ എടുത്തു പറയാനുള്ള കാര്യം, കേന്ദ്രം അക്കാര്യത്തിൽ ഒരു തികച്ചും തെറ്റായതാണ്. റെയിൽവേ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ അധീനതയിലും നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും അല്ല ഉള്ള കേന്ദ്രമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം പകുതി പണം സംസ്ഥാന ഗവൺമെൻറ് മുടക്കണം എന്ന് നിർദ്ദേശം വെച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് രണ്ടാമതൊന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ തോമസ് ഐസക് സാർ ഉണ്ടാക്കിയ കിഫ്ബിയിൽ നിന്നും 2500 കോടി രൂപ അതിന് അനുവദിച്ച് പ്രഖ്യാപനം നടത്തി കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. അങ്കമാലി ശബരി എരുമേലിയിലേക്ക് വരുന്ന റെയിൽ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയ റെയിൽവേ ഭൂപടത്തിലേക്ക് ഈ നിയോജക മണ്ഡലവും ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രധാന കേന്ദ്രമായ എരുമേലിയും വരുന്നു എന്നുള്ളത്. 2 വിമാനത്താവളം. ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ ഇതുവരെ ഉള്ളതിലേക്കും ഏറ്റവും വലിയ വിമാനത്താവളമാണ് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3.5 കിലോമീറ്ററാണ് റൺവേ. നെടുമ്പാശ്ശേരി പോലും 3 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ആധുനികമായ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ഡിസൈനാണ് ഇതിനു വേണ്ടിയിട്ട് ലൂയി ബർഗർ കമ്പനി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നടപ്പിലാക്കി കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി അത് പൂഞ്ഞാറിൻ്റെ ഇന്നത്തെ സ്ഥിതി 10 മടങ്ങാണ് വികസനം. ഉദാഹരണത്തിന് ഉറപ്പാണ്
ഒരു IT പാർക്ക്, തീർച്ചയായിട്ടും അനുബന്ധ വ്യവസായങ്ങളുടെ സ്ഥലം ഇപ്പം തന്നെ സൗകര്യമുണ്ട്. ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ വിമാനത്താവളത്തിന് ആവശ്യം കഴിഞ്ഞുള്ള സ്ഥലം അധികമായിട്ടുണ്ട്. അപ്പോൾ വിമാനത്താവളവുമായി അനുബന്ധിച്ച് നടപ്പിലാക്കാവുന്ന വിപുലമായ വികസന കാര്യങ്ങൾ ഭാവിയിൽ ആരംഭിക്കുന്നതിന് ലക്ഷ്യം വെച്ചാണ് ആ സ്ഥലം ഒന്നാകെ ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അനുബന്ധമായിട്ടുള്ള വികസന കാര്യങ്ങൾ വരുമെന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ എരുമേലിയുടെ റിംഗ് റോഡ് സംബന്ധിച്ച് വല്ല ധാരണകളായിട്ടുണ്ട്. രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടി നാറ്റ്പാക്കിന് ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ത്രിതല പഞ്ചായത്തും അങ്ങ് ജയിക്കുമെന്ന് തന്നെ 100% നമ്മൾ ഉറപ്പായും വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങയും കൂടെ ഉൾപ്പെട്ട് ആ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള പ്രാഥമിക പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മണ്ഡലത്തിലാണേ ഇതൊക്കെ പറയുമ്പോഴൊക്കെ സന്തോഷം. പക്ഷേ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ വിമർശനം ഇവിടെയാണ്. അപ്പോൾ എന്താ അതിനൊരു പ്രതിവിധി? നിങ്ങളുടെ നമ്മുടെ UDF സ്ഥാനാർത്ഥി നിന്ന് വേർക്കുന്ന കണ്ടു ഞാൻ. മാത്രമല്ല, ആളുകൾ കൂവി ഓടിച്ചു. അദ്ദേഹം ഈ പ്രശ്നത്തിൽ നാളിതുവരെ ഒരു ചെറുവിരൽ അനക്കുന്ന നടപടി പോലും ഉണ്ടായിട്ടില്ല. കാരണം കേന്ദ്ര നിയമമാണ് പൊളിച്ചെഴുതേണ്ടത്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നാളിതുവരെ ആവശ്യപ്പെടുക പോലും ചെയ്തില്ല. മറിച്ച് കോട്ടയം MP തോമസ് ചാഴിക്കാടൻ അക്കാര്യത്തിൽ പാർലമെൻറ്റിൽ സബ്മിഷൻ വെച്ചു. പക്ഷേ ഇവിടുത്തെ MP കമാന്ന രക്ഷതയെക്കുറിച്ച് വേണ്ടിയില്ല. 2 വന്യമൃഗശല്യം ചെയ്യുന്നതിന് ഫെൻസ് ചെയ്യുന്നതിന് 620 കോടി രൂപയുടെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് വനം വകുപ്പ് സമർപ്പിച്ചു കേന്ദ്രത്തിലേക്ക്. അതിന് ധനവിനിയോഗത്തിന് ഫണ്ട് ആവശ്യപ്പെട്ടു. അത് കേന്ദ്രം തള്ളിക്കളഞ്ഞു. അത് സംബന്ധിച്ചൊന്നും ഒരു ഫോളോ അപ്പും നടത്താൻ ഇവിടുത്തെ MP ഈ വന്യജീവി സംഘർഷം, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കുന്നതിന് ഇല്ലായ്മപ്പെടുന്ന ഒരു സ്റ്റെപ്പും ഉണ്ടായില്ല. അതാണ് അദ്ദേഹത്തിന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വന്ന കാര്യം. ഞാൻ ധനമന്ത്രിയായിരിക്കുമ്പോൾ കിഫ്ബിയിൽ നിന്ന് അന്നിങ്ങനെ തർക്കം ഇത്രയും വലിയ പ്രശ്നമല്ല, 100 കോടി രൂപ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്താൻ, സോളാർ ഫെൻസിങ്, കിടങ്ങ്, മതിൽ സൃഷ്ടിക്കൽ, അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വിലയിരുത്തൽ നടന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെയൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പണിയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അവിടുത്തെ പ്രദേശം, ഭൂപ്രകൃതി എല്ലാം കണക്കിലെടുത്തുള്ള ഒരു തടസ്സങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊരു സമഗ്ര വിലയിരുത്തൽ നടത്തി അടിയന്തരമായിട്ട് ഈ കടലാക്രമണത്തിന് നമ്മൾ പ്രതിരോധിക്കുന്നില്ലേ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര കോടി ചെലവാക്കുന്നത്, ആ രീതിയിൽ ഇതിനെയും കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അല്ല, അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു വിലപ്പെട്ട സേവനം ഈ നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാര്യം അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വനമേഖലയിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഇനി മനുഷ്യജീവിതം സാധ്യമല്ലാതെ വരുന്നൊരു സ്ഥിതിയാണ്. സെബാസ്റ്റ്യൻ, നമ്മുടെ ന്യൂസ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയാൽ 2019 2024 തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുന്ന ഘടകം കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ഉൾപ്പെട്ട UDFൻ്റെ പ്രതിനിധിയായിട്ടാണ് ആന്റണി ജയിച്ചു വന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയാണ് കേരള കോൺഗ്രസ് M പാർട്ടി, ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ. ആ പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ബലാബലത്തിലെ LDFന് അനുകൂലമായ ഒരു മുന്നേറ്റം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വോട്ടിംഗ് നിലയിൽ പ്രതിഫലിക്കും എന്നുള്ളത്. ഈ റബ്ബറിൻ്റെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അതെങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ആളുകൾ തെരഞ്ഞെടുപ്പിനോടൊക്കെ രക്തിയാണോ? അത് സാർ പറഞ്ഞ ഒരു പരിധി റബ്ബർ കർഷകർ വലിയ നിരാശയിലും ആശങ്കയിലുമാണ്. സംസ്ഥാന ഗവൺമെൻറ് 2 തവണ ബഡ്ജറ്റിലൂടെ വിലസ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിച്ചു. 150 ഉണ്ടായിരുന്ന മണിസാറ് കൊണ്ടുവന്ന 150 എന്ന വിലസ്ഥിരതാ ഫണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 170 ആക്കി. രണ്ടാമത് ഈ സാമ്പത്തിക പ്രയാസത്തിലും കേന്ദ്രം നമ്മളെ ഇത്രമാത്രം സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിലും 10 രൂപയുടെ ഈ ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായി എന്നുള്ളത്. പിന്നെ കേരള റബ്ബർ ലിമിറ്റഡ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ ജില്ലയിൽ തന്നെ കേരള ഗവൺമെൻറ് തുടക്കം കുറിച്ച് കഴിഞ്ഞു. അത് ഏതാനും മാസങ്ങൾക്കപ്പുറം 1 വർഷത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി ഒരു PPP മോഡലിലാണ് റബ്ബർ കർഷകരെയും കൂടി അതിൻ്റെ ഭാഗവാക്കാക്കിക്കൊണ്ട് അവരെയും കൂടി ഓഹരി ഉടമകളാക്കിക്കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഗുണഫലം, അതിൻ്റെ മൂല്യത്തിൻ്റെ ഒരു പങ്ക് കർഷകരിലേക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കേരള ഗവൺമെൻറ് സൃഷ്ടിച്ചുള്ളതിനെയൊക്കെ പ്രതീക്ഷയോടെയാണ് റബ്ബർ കർഷകർ നോക്കിക്കാണുന്നത്. എങ്കിലും റബ്ബർ കർഷക മേലെ വലിയ പ്രതിസന്ധി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഇങ്ങോട്ടാ പോവാം? പൂഞ്ഞാർ ഇടതുപക്ഷത്ത് തന്നെ നിൽക്കും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ടതിൻ്റെ അതേ നിലയിലുള്ള
ആ സമീപനം തന്നെയാണ് പൂഞ്ഞാറിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മനോഭാവം. തനിക്ക് കിട്ടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം മേടിച്ചു തരണം. മേടിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സാറിന് അതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് ലഭിക്കും.